കഴിഞ്ഞ ഫ്ലഡിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ കുറേയധികം പരിസ്ഥിതിവാദികൾ എന്നെ പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ വാരൽ നിരോധിച്ചിട്ട് കുറേ കാലമായി. ഇപ്പോൾ അജിംസ് പറഞ്ഞില്ലേ, അണക്കെട്ടിൽ വെള്ളം ഇല്ലെന്നായിരുന്നു 2 ആഴ്ച മുമ്പ് വരെ. മഴ പെയ്യുമ്പോഴേക്ക് ഇത് കവിഞ്ഞു. എന്തുകൊണ്ട്? ഡാമുകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി അത് പഴയതുപോലെ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അത് ചെളി വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഇതേ പ്രശ്നം നദികളിലുണ്ട്. മണൽ വാരൽ നിരോധിച്ചത് കാരണം നദികളുടെ ക്യാരിയിങ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ വെള്ളം വരുമ്പോഴേക്ക് അത് എന്ത് ചെയ്യണം? പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാണ്. വളരെ പെട്ടെന്ന് ഇരുവശങ്ങളിൽ എവിടെയൊക്കെയാണോ ഓപ്പണിങ്സ് ഉള്ളത് അവിടേക്ക് വെള്ളം ഒഴുകി കരയിലേക്ക് പോവുകയാണ്. അപ്പോൾ മണൽ വാരൽ നിരോധിച്ചത് എന്താണ്? ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ്. പക്ഷേ അത് മണൽ വാരൽ നിരോധനം അബദ്ധമായിരുന്നു ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ സംഗതിയും റിവ്യൂ ചെയ്യണ്ടേ? ഈ മണൽ വാരൽ നിരോധനം ഇങ്ങനെ തന്നെ തുടരേണ്ടതുണ്ടോ? നമ്മളുടെ പുഴകളുടെ ക്യാരിയിങ് കപ്പാസിറ്റി അതിനെന്താണ് സംഭവിച്ചത്? പുഴകളുടെ വെള്ളം ശേഖരിക്കാനുള്ള ശേഷി വേണ്ടേ? വെള്ളം വരുമ്പോഴേക്ക് വെള്ളം പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ റിവ്യൂ വേണമെന്ന് കഴിഞ്ഞ പ്രളയത്തിൻ്റെ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു. അന്ന് കുറേ അധികം പരിസ്ഥിതിവാദികൾ ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഇന്നിപ്പം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതേക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്കുള്ള കുറച്ചുകൂടെ പ്രായോഗികമായ ആലോചനകൾ. നമ്മൾ മഴ പെയ്യുന്ന ഒരു നാടാണ്. പക്ഷെ മഴ പെയ്യുമ്പോഴേക്ക് നമ്മുടെ ജീവിതം സ്തംഭിച്ചു പോകുന്ന അവസ്ഥ. ഇത് പ്രളയം മാത്രമല്ല, കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷനിൽ പോയി നോക്കൂ. ഒരു മഴ പെയ്യുമ്പോഴേക്ക് ഗതാഗതം സ്തംഭിക്കുകയാണ്. അപ്പോൾ വെള്ളം വീഴുന്ന നാടാണ് നമ്മുടേത്. ആ വെള്ളത്തിന് സ്വസ്ഥമായി പെരുമാറാനുള്ള സാവകാശവും സൗകര്യവുമുള്ള ഒരു നാട് കൂടിയാക്കി മാറ്റണം. അതിൽ പ്രധാനപ്പെട്ടാണ് ഈ പറയുന്ന ലാൻഡ് യൂസുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് അത്ര എളുപ്പം സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ഭയങ്കരമായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള ഒരു റവല്യൂഷൻ അതിനകത്ത് വേണ്ടി വരും. ഒരു സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യമല്ല. ഓരോ സന്ദർഭത്തിലും നോക്കൂ, ഈ വരുന്ന നമ്മളിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഒരു കാലാവസ്ഥയിൽ ചെറിയൊരു മാറ്റം വരുമ്പോഴേക്ക് സ്തംഭിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് വേണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ആലോചനകൾ നടത്തേണ്ട ഒരു സന്ദർഭമാണ്. അതിനിടയിൽ ഈ ഹെലികോപ്റ്റർ ഊണ് കഴിച്ചു എന്നുപോലെയുള്ള ചീപ്പ് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. യെസ്. അപ്പോൾ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുകയാണ്. ഫ്ലാഷ് ഫ്ലഡുകൾ കൂടുന്നു. ഓരോ സ്പോട്ടുകളിലായി മഴ കൂടുതൽ പെയ്യുന്നു. എവിടെയും മണ്ണിടിച്ചിലുണ്ടാകാം എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമ്മുടെ ഈ മാറ്റങ്ങളെ, ഈ പ്രകൃതി ദുരന്തങ്ങളെ അതിൻ്റെ കാരണങ്ങളിലേക്ക് ഊന്നുന്നതിന് പകരം നമ്മുടെ ഊന്നൽ മറ്റു ചില അനാവശ്യ കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന ഒരു സംശയമാണ് പൊതുവായി വരുന്നത്.